നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സൈക്കോ അനാലിറ്റിക്കൽ തിയറി ഓഫ് പേഴ്സണാലിറ്റി ബൈ സിഗ്മണ്ട് ഫ്യൂഡ് ആണ്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറിയാണ് സൈക്കോളജിക്കൽ പേഴ്സണാലിറ്റി അനാലിസിസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ തിയറിയുടെ ബേസിസ് എന്താണെന്ന് നോക്കാം. അപ്പം അക്കോർഡിംഗ് ടു ദിസ് തിയറി, ഈ തിയറിയെ നമുക്ക് 3 പാർട്ടായിട്ട് വിഭജിക്കാം. അപ്പം തിയറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരാളുടെ പേഴ്സണാലിറ്റി മെഷർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മൈൻഡ് എന്ന് നമ്മൾ പറയുന്ന, മനസ്സെന്ന് പറയുന്ന ആ ഒരു പ്രത്യേക മൈൻഡ്, അതൊരു അവയവം നമുക്ക് പറയാൻ പറ്റത്തില്ല, അതൊരു ഓർഗൻ അല്ലല്ലോ. അപ്പം മൈൻഡിന് ഒരു വലിയ റോളുണ്ട് എന്നാണ് ഈ തിയറി പറയുന്നത്. അപ്പം ഈ തിയറി 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ്, അടുത്തത് തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ, ആൻഡ് പിന്നെ വരുന്നതാണ് തിയറി ഓഫ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ്. അപ്പം ഇത് 3ഉം കൂടെ ചേർന്നതാണ് എന്ത് സൈക്കോ അനാലിറ്റിക്കൽ തിയറി ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. സോ ആദ്യത്തെ നോക്കാം, തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ്. പേഴ്സണാലിറ്റി ഡൈനാമിക്സ് എന്ന് പറയുന്നത് മനുഷ്യന്റെ എന്താ പറയാ, മനുഷ്യ മനസ്സിന്റെ തലങ്ങളെയാണ് ഈ ഒരു ഡൈനാമിക്സ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മനുഷ്യ മനസ്സിന്റെ തലങ്ങൾ എന്ന് പറയുമ്പോൾ ഫ്യൂഡ് മനുഷ്യന്റെ മനസ്സിനെ ഒന്ന് സ്ട്രക്ചറൈസ് ചെയ്തു. സ്ട്രക്ചറൈസ് എന്ന് പറഞ്ഞാൽ അതിനെ പല തലങ്ങളിൽ തിരിച്ചു. ആ പല തലങ്ങളിൽ 3 തലങ്ങളിലാണ് തിരിച്ചിരിക്കുന്നത്. 3 തലങ്ങൾ എന്തൊക്കെയാണ്? കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ പ്രീ കോൺഷ്യസ് മൈൻഡ് ആൻഡ് അൺകോൺഷ്യസ് മൈൻഡ് എന്നിങ്ങനെ 3 തലങ്ങളിലാണ് തിരിച്ചിരിക്കുന്നത്. കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളിപ്പം ചിന്തിക്കുന്നത് എന്താണോ, അല്ലെങ്കിൽ നമ്മുടെ പെർസെപ്ഷൻസ്, പല കാര്യങ്ങളെയും പല കാര്യങ്ങളെ പറ്റിയുള്ള നമ്മുടെ പെർസെപ്ഷൻ എന്താണോ, അതാണ് എന്ത് നമ്മുടെ കോൺഷ്യസ് മൈൻഡ്. അതായത് ഇപ്പം കോൺഷ്യസ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് തന്നെ എന്താ, അതിന്റെ അർത്ഥം എന്താ? നമ്മള് ബോധത്തോടെ ഇരിക്കുമ്പോൾ, അല്ലെ, ബോധത്തോടെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ബോധതലത്തിൽ ഇപ്പോഴെന്താണോ ഉള്ളത് അതാണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡ്. ആ തോട്ട്സും പെർസെപ്ഷൻസും എല്ലാം കോൺഷ്യസ് മൈൻഡിൽ വരും. ഇനി സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ പ്രീ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ മെമ്മറീസ്, നമ്മുടെ നോളജ്, നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസസ്, അതായത് നമ്മൾ ആലോചിച്ച് ഓർത്തെടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു ട്രിഗർ തന്നാൽ നമ്മൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങൾ, അതുകൊണ്ടാണ് മെമ്മറീസ് എല്ലാം വന്നിരിക്കുന്നത്. അപ്പൊ അതെല്ലാം എന്തിലാണ്? സബ് കോൺഷ്യസ് മൈൻഡിലാണ് വരുന്നത്. അതായത് നമ്മളിപ്പം നിങ്ങളുടെ ഫസ്റ്റ് ക്ലാസ് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ സ്കൂളിലെ ഫസ്റ്റ് ഡേ എങ്ങനെയായിരുന്നു, എപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. പക്ഷെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ, അതായത് ആ ഒരു തലത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം? അത് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡിന്റെ കണ്ടന്റ് എന്താണ്? പ്രീവിയസ് മെമ്മറീസ് ആയി, അല്ലെങ്കിൽ നമ്മൾ പണ്ട് കാലത്ത് പഠിച്ച കാര്യങ്ങളായി, അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത എന്തെങ്കിലും സിറ്റുവേഷൻസ് ആയി, അല്ല അങ്ങനെ അതെല്ലാം എന്താണ്? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ പ്രീ കോൺഷ്യസ് മൈൻഡിലാണുള്ളത്. ഇനി അവസാനത്തെ എന്താണ്? അൺകോൺഷ്യസ് മൈൻഡ് ആണ്. അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയില്ല, അല്ലെ, നമുക്ക് നമുക്ക് ഇങ്ങനൊരു മൈൻഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയില്ല. പക്ഷെ ഇതെന്താണ് ഉൾക്കൊണ്ടിരിക്കുന്നത്? ഈ അൺകോൺഷ്യസ് മൈൻഡിൽ എന്താ ഉള്ളത്? നമ്മുടെ ഇൻസ്റ്റിങ്സ്, നമ്മുടെ ഡിസയേഴ്സ്, അല്ലെ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ സംഭവിച്ചു പോയിട്ടുള്ള ട്രോമാറ്റിക് മെമ്മറീസ് നമുക്ക് ഓർമ്മയുണ്ടാവണമെന്നില്ല. പക്ഷെ എന്തുണ്ട്? അത് അൺകോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇതാണ് 3 തലങ്ങൾ, മനസ്സിന്റെ 3 തലങ്ങളായിട്ട് ഫ്യൂഡ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താണ്? എക്സ്പ്ലെയിൻസ് ബിഹേവിയർ ആസ് ഡ്രിവൺ ബൈ ഇന്ററാക്ഷൻസ് ബിറ്റ്വീൻ കോൺഷ്യസ്, സബ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് മൈൻഡ്. അപ്പൊ ഫ്യൂഡ് പറയുന്നത് എന്താണ്? ഒരാളുടെ ബിഹേവിയർ എന്ന് പറയുന്നത്, പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ബിഹേവിയർ പോയാണല്ലോ പേഴ്സണാലിറ്റി ആവുന്നത്. അപ്പൊ പേഴ്സണാലിറ്റി അല്ല, ഒരാളുടെ ബിഹേവിയർ എന്ന് പറയുന്നത് എന്തൊക്കെ ചേർന്നതാണ്? ഈ ഒരു 3 മൈൻഡിന്റെ തലങ്ങളുടെയും ഇന്ററാക്ഷൻസ് ചേർന്നതാണ്, അല്ലെങ്കിൽ ഇന്ററാക്ഷൻസ് കാരണം ഉണ്ടാകുന്നതാണ് എന്ത്? ഒരു ആളുടെ ബിഹേവിയർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ 3 തലങ്ങളും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കോൺഷ്യസ് മൈൻഡ് എന്ന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താണ്? ദ പാർട്ട് ഓഫ് മൈൻഡ് ദാറ്റ് ഈസ് ഫുള്ളി അവെയർ, നമുക്ക് നല്ല ബോധമുള്ളത്, അല്ലെ. അപ്പൊ എന്താണ് ചെയ്യുന്നത്? ഇറ്റ് പ്രോസസ്സസ് കറന്റ് തോട്ട്സ് ആൻഡ് സെൻസറി എക്സ്പീരിയൻസസ്. അപ്പം ഇപ്പോഴത്തെ തോട്ട്സ്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇതെടുക്കുകയാണ്, ഇത് ടച്ച് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഞാനിത് പറയുകയാണ്, ഈ കാര്യങ്ങളെല്ലാം ഏതിലാണുള്ളത്? നമ്മുടെ കോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡിലാണ് ഉള്ളത്. പിന്നെ എന്താണ്? നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനുള്ളത്, നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം കോൺഷ്യസ് മൈൻഡിലാണ്. ഇതാണ് കോൺഷ്യസ് മൈൻഡിന്റെ കണ്ടന്റ്. ഇപ്പൊ ഞാൻ മാത്സിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാന്ന് വെച്ചോ, ഞാൻ ഈ ഒരു ലെക്ചർ എടുത്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ചോ, അങ്ങനെ അതെല്ലാം എന്തിലാണുള്ളത്? നമ്മുടെ കോൺഷ്യസ് മൈൻഡിലാണ് ഉള്ളത്. അടുത്തത് സബ് കോൺഷ്യസ് അല്ലെങ്കിൽ പ്രീ കോൺഷ്യസ് മൈൻഡ്. പ്രീ കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് എന്തായിരിക്കും? നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങൾ, അല്ലെ, സ്റ്റോർഡ് ആക്സസബിൾ മെമ്മറീസ്, നോളേജ്, ഇമോഷൻസ്, ഇതെല്ലാം എന്താണ്?
നമ്മുടെ പ്രീ കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിലാണ് ഉള്ളത്. അപ്പം ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ മൈൻഡ് ജസ്റ്റ് ബിലോ ദ സർഫസ് ഓഫ് അവയർനെസ്. അതായത് നമുക്ക് അറിയാം ഈ കാര്യങ്ങൾ, പക്ഷെ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അങ്ങനത്തെ കാര്യങ്ങളാണ് എന്ത് സബ് കോൺഷ്യസ് മൈൻഡിലായിട്ട് ഉള്ളത്. പഴയ ചൈൽഡ്ഹുഡ് മെമ്മറി ആയി, ഫ്രണ്ട്സ് ആയി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒക്കേഷൻ നമ്മൾ ആലോചിച്ചെടുക്കാൻ ശ്രമിക്കുന്നതായി, ഞാൻ അന്ന് അവിടെ പോയപ്പോൾ എന്തായിരുന്നു, അങ്ങനത്തെ അതെല്ലാം എന്തിലാണുള്ളത്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് ഉള്ളത്. പിന്നെ വരുന്നതാണ് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ്. ഇതാണ് വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് എന്താ പറയാ മൈൻഡിന്റെ പാർട്ട്. ഓക്കെ, അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് എന്താണ്, ഡീപ്പസ്റ്റ് പാർട്ട് ഓഫ് ദ മൈൻഡ് ആണ്. ആൻഡ് ഇത് നമ്മുടെ അവയർനെസ്സിന് പുറത്താണ്, നമുക്കറിയില്ല നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ എന്താണുള്ളതെന്ന്. പക്ഷെ അതിൽ എന്താ കണ്ടന്റ് ഉള്ളത്, എന്താണ്, ഇറ്റ് ഹോൾഡ്സ് ഇൻസ്റ്റിങ്സ്, repressed memories and unsolved conflicts. പിന്നെ എന്താണ്, ഇറ്റ് ഡ്രൈവ്സ് ബിഹേവിയർ ആൻഡ് ഇമോഷൻസ് വിത്തൗട്ട് കോൺഷ്യസ് കൺട്രോൾ. ഈ അൺകോൺഷ്യസ് മൈൻഡ്സിലാണ് നമ്മൾ എന്താ പറയാ ഇപ്പം നമ്മൾ ജനിച്ചു വീണ് ആദ്യത്തെ ദിവസം, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, തീരെ കുഞ്ഞിലേ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്ന ഒരു ഇതല്ല ഞാൻ പറയുന്നത്, അതിലും കുഞ്ഞിലേ നമ്മൾ എന്തെങ്കിലും ഒരു ട്രോമാറ്റിക് മെമ്മറി ആയി, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചതായി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം നമുക്ക് ഓർത്താലും അങ്ങനെയൊക്കെ നടന്നു എന്ന്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടായിരുന്നോ എന്നൊന്നും നമുക്ക് ആലോചിച്ചെടുക്കാൻ പോലും കഴിയില്ല. കാരണം നമുക്കത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇല്ല അങ്ങനെ ഒരു കാര്യം. പക്ഷേ അത് എവിടെ സ്റ്റോർഡ് ആണെന്നാണ് പറയുന്നത്, നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ സ്റ്റോർഡ് ആണ്. അപ്പം അൺകോൺഷ്യസ് മൈൻഡിൽ എന്താ ഉള്ളത്, ഹിഡൻ ഫിയേഴ്സ്. കാരണം എന്തുകൊണ്ട് അങ്ങനെ വന്ന അതിനൊരു കാരണം ഉണ്ടായിരിക്കും, പക്ഷെ ആ കാരണം നമുക്ക് എവിടെയുള്ളത്, അൺകോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡിലുള്ളത്. അൺകോൺഷ്യസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി എന്താണ് അറിവില്ല, പക്ഷെ നമുക്ക് എന്ത് കാണാം, നമുക്ക് ആ ഫിയർ അനുഭവിക്കാം. ആ ഒരു ഫിയർ അവിടെ ഉണ്ട്. അല്ലെങ്കിൽ എന്താണ്, സപ്രസ്ഡ് ചൈൽഡ്ഹുഡ് ട്രോമാസ് ആണ്, അല്ലെങ്കിൽ അൺസ്പോക്കൺ ഡിസയേഴ്സ് ആയി. ഇതെല്ലാം എവിടെയുള്ളത്, നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലാണ് ഉള്ളത്. ഇനി അടുത്തത്, ഇത് ഫ്രോയിഡ് കമ്പയർ ചെയ്തത് ഒരു ഐസ്ബർഗിനോടാണ്. ഐസ്ബർഗ് അനലോഗി. ഐസ്ബർഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഐസിന്റെ കട്ട അല്ലേ, നമ്മുടെ സമുദ്രത്തിലുള്ള ഐസിന്റെ കട്ട. പക്ഷെ അതിന് നമ്മൾ പറയുന്നത്, നോക്കിക്കേ, വെള്ളത്തിന്റെ മുകളിലുള്ളതാണ് നമ്മുടെ കോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡ് എന്ന് പറയുന്നത്. അത് വളരെ ചെറിയൊരു തലം മാത്രമാണ്. അത് കഴിഞ്ഞ് താഴോട്ട് എന്താ ഉള്ളത്, നമ്മുടെ പ്രീ കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് ആണുള്ളത്. അത് പാർഷ്യലി വിസിബിൾ ആണ്. ഈ രണ്ട് തലങ്ങളെയും യോജിപ്പിക്കുന്ന ഒരു പോർഷൻ. അത് കഴിഞ്ഞ് വരുന്നതാണ് അൺകോൺഷ്യസ് മൈൻഡ്. അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് വളരെ മാസീവ് ആണ്, അത് ഹിഡൻ ആണ്, ബട്ട് ഇറ്റ് ഈസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് പാർട്ട് ആൻഡ് ഇറ്റ് ഹോൾഡ്സ് ദ ലാർജസ്റ്റ് ഇൻഫ്ലുവൻസ് ഓൺ പേഴ്സണാലിറ്റി ആൻഡ് ബിഹേവിയർ. അപ്പം നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതും നമ്മുടെ ബിഹേവിയറിന് കാരണമായിരിക്കുന്ന ഏറ്റവും വലിയ കോസ് ഏതാണ്, ഈ അൺകോൺഷ്യസ് മൈൻഡാണ്. അപ്പം അവിടെ എന്താ ഉള്ളത്, ഏറ്റവും സെൽഫിഷ് ആയിട്ടുള്ള മോട്ടീവ്സ് ഉണ്ടാകും. പിന്നെ എന്താണ്, നമ്മുടെ ഹിഡൻ ആയിട്ടുള്ള ഫിയേഴ്സ് ഉണ്ടാവും, നമ്മുടെ ഇൻസ്റ്റിങ്സ് ഉണ്ടാവും. ഇതെല്ലാം എവിടെയുള്ളത്, അൺകോൺഷ്യസ് മൈൻഡാണ്. അപ്പം അൺകോൺഷ്യസ് മൈൻഡിൻ്റെ ഇമ്പോർട്ടൻസ് പുറത്ത് കൊണ്ടുവന്നതാണ് ഫ്യൂഡിൻ്റെ തിയറിയുടെ ഏറ്റവും വലിയൊരു ഭാഗം, അല്ലെങ്കിൽ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൈൽ സ്റ്റോൺ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അൺകോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു പവർ അത് ഇവിടെ കാണാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഫ്യൂഡ്സ് ഐസ്ബർഗ് അനലോഗി സിംപ്ലിഫൈസ് ദ കോംപ്ലക്സിറ്റി ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി ആൻഡ് എംഫസൈസസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ അൺകോൺഷ്യസ് മൈൻഡ്. അപ്പോൾ അൺകോൺഷ്യസ് മൈൻഡിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് എവിടെ പറയുന്നുണ്ട്, ഫ്യൂഡിൻ്റെ ഈ തിയറിയിൽ പറയുന്നുണ്ട്. പിന്നെ എന്താണ്, ഇറ്റ് റിമെയിൻസ് ആസ് എ കോർണർ സ്റ്റോൺ ഇൻ സൈക്കോളജി ഡെസ്പൈറ്റ് ക്രിറ്റിസിസംസ്. അതായത് ഈ ഒരു തിയറിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് സൈക്കോളജിയിൽ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ, അതായത് തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനമിക്സ്.